വൈറ്റമിൻ ഡിയെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോ ഏകദേശം 18 ലക്ഷത്തോളം ആളുകളാണ് കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടും ആളുകൾ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളാണ് കമൻറ്റ് സെക്ഷനിലും ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരാൾക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, അതുപോലെ അത് കണ്ടെത്തിയാൽ തന്നെ അതിനുള്ള പരിഹാരം എന്താണ്, ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി ലഭിക്കും? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടെത്താനുള്ള ഏക മാർഗ്ഗം ബ്ലഡ് ടെസ്റ്റാണ്. സീറം വൈറ്റമിൻ D3 എന്ന ടെസ്റ്റാണ് ഇതിനുവേണ്ടി ചെയ്യാറുള്ളത്. വൈറ്റമിൻ D3 ടെസ്റ്റിൻ്റെ നോർമൽ വാല്യൂ 30 മുതൽ 100 വരെയാണ്. 30-ൽ കുറവാണെങ്കിൽ അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയി കണക്കാക്കാം. ആ അവസരത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ, ക്ഷീണം, ബോൺ ഡെൻസിറ്റി കുറവ്, ഇത്തരം അസുഖങ്ങൾ വരാറുള്ളത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ ഒന്നാമതായി ചെയ്യേണ്ടത് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് രാവിലെ 9-നും 10-നും ഇടയിൽ അല്ലെങ്കിൽ വൈകുന്നേരം 4-ന്റെയും 5-ന്റെയും ഇടയിൽ മിനിമം 20 മിനിറ്റെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് ശരീരത്തിൽ ഏൽക്കേണ്ടതാണ്. ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി ലഭിക്കാൻ പ്രധാനമായും കഴിക്കേണ്ടത് മീറ്റ്, ലിവർ, ഫിഷ്, മുട്ട, പാല്, ഫിഗ്, ഓറഞ്ച് ജ്യൂസ്, മഷ്റൂം തുടങ്ങിയവയാണ്. ഇനി വൈറ്റമിൻ ഡി വളരെ കുറവുള്ള ആളുകൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്.